നമസ്കാരം. വയനാട് മുണ്ടക്കയിലിൽ ഒറ്റ രാത്രി കൊണ്ട് പ്രകൃതി കലിതുള്ളി സംഹാര താണ്ഡവമാടി ജീവിത സ്വപ്നം ആവോളം സ്നേഹിച്ച് ഒരുപാട് മോഹങ്ങളുമായി കെട്ടിപ്പിറത്തിയ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മുന്നിൽ ഒരു ബോംബ് ശബ്ദം പോലെ പ്രകൃതി കലിതുള്ളിയപ്പോൾ ഒട്ടനവധി പ്രിയപ്പെട്ടവരുടെയും ഒറ്റവരുടെയും ഉടയവരുടെയും ജീവനുകളാണ് നഷ്ടമായത്. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞ എല്ലാവർക്കും ആദ്യമേ തന്നെ ബാഷ്പാഞ്ജലി. വയനാട്ടിലെ മുണ്ടക്കയിലും ചുരുൾമലയിലും ചൊവ്വാഴ്ച പുലർച്ചെയുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ചവരുടെ എണ്ണം ഇതോടകം തന്നെ 200 211 പേരെ ഇപ്പോഴും കണ്ടുകിട്ടാനുണ്ട്. കേരളത്തെ ബാധിച്ച ഏറ്റവും വലിയ ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ട ദുരന്തമാണിത്. നിരവധി കുടുംബാംഗങ്ങൾ ഒറ്റപ്പെടുകയും 191-ലധികം പേർ ആശുപത്രിയിലായിരിക്കുകയാണ്. വൻ രക്ഷാദൗത്യം കഴിഞ്ഞ ദിവസം രാത്രി വൈകിയും തുറന്നുകൊണ്ടിരിക്കുകയാണ്. വയനാട് ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് തന്നെ വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദുരന്തത്തിൽ വന്ന ആഹ്ലാദമേറ്റ മുണ്ടക്കൈ എന്ന ചെറുപ്രദേശം പൂർണ്ണമായും തകർന്നിട്ടുണ്ടാകാമെന്ന ആശങ്കയിലാണ് രക്ഷാപ്രവർത്തകർ. കൂടുതൽ സൈന്യം വയനാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഓഫീസ് സംഭവം അറിഞ്ഞപ്പോൾ തന്നെ ഓണമെന്ന് പ്രവർത്തിച്ചിരിക്കുകയാണ്. പെട്ടെന്ന് തന്നെ ഓരോ തീരുമാനങ്ങൾ എടുക്കുകയും ചടുലമായ നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതോടൊപ്പം സുരേഷ് ഗോപിയെയും കേന്ദ്രമന്ത്രിയായ ജോർജ് കുര്യനെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. കേരളത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും ചെയ്യാനാണ് ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഉടൻ തന്നെ വയനാട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്യുമെന്ന് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ 2 മന്ത്രിമാര് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. വയനാട്ടിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ കേന്ദ്രമന്ത്രിമാരെ നിയോഗിച്ചിരിക്കുകയാണ്. NDRF, ആർമി ഉൾപ്പെടെ കേന്ദ്രസേന എല്ലാം വയനാട്ടിൽ എത്തുന്നുണ്ട്. ഇന്ത്യൻ നേവിയുടെ കപ്പലായ INS സമാവിൻ അറബിക്കടലിൽ തയ്യാറായി നങ്കുരമിട്ട് നിൽപ്പുണ്ട്. അമിത്ഷായുടെ നേതൃത്വത്തിൽ ആഭ്യന്തര വകുപ്പിൽ പ്രത്യേക കൺട്രോൾ റൂം സജ്ജീകരിച്ചിട്ടുണ്ട്. NDRFന്റെ പ്രത്യേക ടീമും വയനാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. കൂടാതെ പ്രത്യേക പരിശീലനം ലഭിച്ച ഡോഗ് സ്ക്വാഡുകൾ, അതായത് മണ്ണടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിന് വേണ്ടി പ്രത്യേക പരിശീലനം ലഭിച്ച NDRFന്റെ ഡോഗ് സ്ക്വാഡുകളും എത്തുന്നുണ്ട്. മദ്രാസ് റെജിമെന്റിൽ നിന്നും ഇന്ത്യൻ ആർമി ഒരു താത്കാലിക ബ്രിഡ്ജ് സ്ഥാപിക്കുന്നതിന് പ്രത്യേക എഞ്ചിനീയറിംഗ് ടീം പുറപ്പെട്ടിട്ടുണ്ട്. അവർ വയനാട്ടിലേക്ക് എത്തി ഇപ്പോൾ അവിടെ ബ്രിഡ്ജ് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ്. 110 അടി പാലം നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പുകളിലാണ് അവരിപ്പോൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത്. കേന്ദ്രത്തിന്റെ പ്രത്യേക കൺട്രോൾ റൂം ഇതിനോടകം തന്നെ ആക്റ്റീവായിട്ട് തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും അവർ മോണിറ്ററൈസ് ചെയ്യുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ശേഷം ഇതൊരു ദേശീയ ദുരന്തമായി തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്നലെ ജോർജ് കുര്യൻ പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം വയനാട് ഒരു വയനാട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സാഹചര്യങ്ങളും, അതായത് എല്ലാ സാമ്പത്തിക പാക്കേജുകളും കേന്ദ്ര സർക്കാർ നൽകുമെന്നും അറിയിച്ചിട്ടുണ്ട്. 2019 ഉരുൾപൊട്ടലുണ്ടായ കവളപ്പാറ പുത്തുമല മേഖലയിൽ 3 കിലോമീറ്റർ മാത്രം അകലെയാണ് മുണ്ടക്കയും ചുരുൾമലയും. പൊതുവെ മണ്ണിടിച്ചിൽ സാധ്യതയുള്ള അതീവ പരിസ്ഥിതി ലോല മേഖലയാണിത്. അതിനോടൊപ്പം കനത്ത മഴ കൂടിയായതാണ് ഉരുൾപൊട്ടാനുള്ള പ്രധാന കാരണം. 2019 കവളപ്പാറ ദുരന്തത്തിന് പിന്നാലെ നടത്തിയ പഠനത്തിൽ തെക്ക് കിഴക്കൻ അറബിക്കടലിന് മുകളിൽ മേഘങ്ങളുടെ കട്ടി കൂടുന്നതാണ് കനത്ത മഴയ്ക്കും തുടർന്നുണ്ടാകുന്ന ഉരുൾപൊട്ടലിനും പ്രധാന കാരണങ്ങളിലൊന്നെന്ന് അന്നത്തെ പഠനത്തിൽ കണ്ടെത്തിയിരുന്നു. 2019 ദുരന്തത്തിന്റെ കാരണങ്ങളിൽ ഒന്ന് ഇതായിരുന്നു. അന്ന് ചക്രവാതി ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൽ പൂർണ്ണമായും ഇല്ലാതായ മുണ്ടക്കൈ ഗ്രാമത്തിലെ രക്ഷാപ്രവർത്തനം ഊർജിതമാക്കുന്നതിനുള്ള നടപടികളാണ് കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചുരുൾമലയെയും മുണ്ടക്കയെയും ബന്ധിപ്പിക്കുന്ന പാലം തകർന്നതാണ് ഇന്നലെ രക്ഷാപ്രവർത്തനത്തിന് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിച്ചത്. ഇത് പരിഹരിക്കുന്നതിനായി ഇന്ന് സൈന്യത്തിന്റെ നേതൃത്വത്തിൽ താത്കാലിക പാലം നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇത് പൂർണ്ണമായും സാധ്യമാകുക. താത്കാലിക പാലം നിർമ്മിക്കുന്നതിന് വേണ്ട ആവശ്യമായ കുറെ സാമഗ്രികൾ ആവശ്യമുണ്ട്. അതെല്ലാം കര, വ്യോമയാന മാർഗങ്ങൾ ഉപയോഗിച്ചായിരിക്കും എത്തിക്കുക. 85 അടി നീളമുള്ള പാലം നിർമ്മിക്കാനാണ് പദ്ധതി. അത്യാവശ്യ സാധനങ്ങൾ എത്തിക്കാനുള്ള ചെറുവാഹനങ്ങൾക്കും മണ്ണുമാന്തി യന്ത്രത്തിന് കടന്നു പോകാവുന്ന വിധത്തിലാണ് പാലത്തിന്റെ ബലവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. നിലവിൽ ഉരുൾപൊട്ടിയ പ്രദേശത്ത് കാലാവസ്ഥ അനുകൂലമാണ്. ഇത് പ്രതികൂലമായാൽ പാലം നിർമ്മാണം എത്താൻ വൈകുമെന്നാണ് ഇപ്പോൾ ആർമി തന്നെ അറിയിച്ചിരിക്കുന്നത്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ രക്ഷാപ്രവർത്തനത്തിനായി BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തെ അയച്ച് BJP സംസ്ഥാന അധ്യക്ഷൻ അണ്ണാമലൈ, അതായത് BJP തമിഴ്നാട് അധ്യക്ഷൻ അണ്ണാമലൈ ഒരു ടീമിനെ തന്നെ അവിടെ അയച്ചിട്ടുണ്ട്. വയനാട്ടിൽ കുടുങ്ങിക്കിടക്കുന്നവർക്കും അതുപോലെ തന്നെ അവിടെ പോലീസിനെയും കേന്ദ്ര സർക്കാരിനെയും സഹായിക്കുന്നതിന് വേണ്ടിയാണ് അണ്ണാമലയുടെ നേതൃത്വത്തിൽ തന്നെ ഒരു ടീമിനെ വയനാട്ടിലേക്ക് അയച്ചിരിക്കുന്നത്. എന്തായാലും ഇനിയൊരു വയനാട്ടിൽ ഒരു മരണം സംഭവിക്കാതിരിക്കട്ടെ. ഇനിയൊരു ഉരുൾപൊട്ടലോ ഉൾപ്പെടെയുള്ള ഒരു നാച്ചുറൽ കലാമിറ്റീസ് വയനാട്ടിലേക്ക് വരാതെ നോക്കേണ്ട ഒരു പൂർണ്ണ ഉത്തരവാദിത്തം നമ്മുടെ സർക്കാരിനും സ്റ്റേറ്റിനുമുണ്ട്. കാരണം വയനാടിന്റെ ഒരു പ്രകൃതി വെച്ച് നോക്കുമ്പോൾ അത് ഏറ്റവും ലോലമായ ഒരു പരിസ്ഥിതി പ്രദേശമാണ്. അവിടെ വലിയ തോതിൽ ഒരു വർക്കുകൾ നടത്തിയതിന്റെ ഒരു പരിണിത ഫലമാണ് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായത്. കാരണം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടെങ്കിൽ നമ്മുടെ പരിസ്ഥിതി പ്രവർത്തകനായ ഗാഡ്ഗിൽ
മാധവ് ഗാഡ്ഗിൽ പറഞ്ഞൊരു കാര്യമാണ്. ഈ 2024 ഓഗസ്റ്റോടുകൂടിയാകുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കിന് 13 വർഷമാവുകയാണ്. ഈ പരിസ്ഥിതി പ്രദേശങ്ങളിൽ സർക്കാർ വേണ്ട രീതിയിൽ പ്രാധാന്യം നൽകുന്നില്ല, ഒരു നാൾ വലിയൊരു വിപത്ത് നമ്മൾ നേരിടേണ്ടി വരുമെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്നത് യാഥാർത്ഥ്യമാവുകയാണ്.